തോട്ടക്കാരൻ ഗാർഡനർ എന്താടോ മേടിച്ചു നോക്കുന്നത്? മാറ്റിപ്പിടിക്കണോ? ഗൗരി ഇല്ലേ? ഗൗരിയോ? അതെ, തന്റെ മുതലാളി. ഒന്ന് എളുപ്പം നടന്നു പാടോ. കാലിലെന്താ ആണരോഗമുണ്ടോ? ആരാ? മനസ്സിലായില്ല. അത് താൻ അറിയേണ്ട കാര്യമില്ല. യു ഹാവ് നോ റൈറ്റ് ടു ആസ്ക് സില്ലി ക്വസ്റ്റ്യൻ. പോയി തന്റെ ബോസിനോട് പറയൂ, ഒരു VIP വന്നിട്ടുണ്ട്. ഹരിപ്രസാദ് പറഞ്ഞത് വെറുതെ അല്ല. ഇവനൊരു അഹങ്കാരിയും ഓലവലാതിയുമാണ്. എന്താടോ ഒന്ന് ആലോചിക്കുന്നത്? വന്നാട്ടെ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഇരുന്നാട്ടെ, ഞാൻ അദ്ദേഹത്തോട് പറയാം. പറഞ്ഞേ പറ്റൂ, ചെല്ല. കുടിക്കാൻ എന്തെങ്കിലും പലതും വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. എടോ സിംഹവാല, എന്നെ കൊണ്ട് താൻ കുറെ വിഡ്ഢിവേഷം കെട്ടിച്ചല്ലേ. ഇനി കുറച്ചു നാള് തന്നെ ഞാൻ എലിവാലനാക്കി കളിപ്പിക്കാം. ശ്രീമാൻ ഗിരിപ്രസാദ് അല്ലേ? അതെ, ഞാൻ ഗോകുലത്ത് ഗംഗാധരൻ ഗൗരീദാസ മേനോൻ. ഇവിടത്തെ തോട്ടക്കാരനും സാറും ഇരട്ടപ്പറ്റവരാണോ? ഐ മീൻ ട്വിൻസ്. തോട്ടത്തിൽ വെച്ച് കണ്ടതും എന്നെ തന്നെയാണ്. റിയലി? വെരി നൈസ് ടു മീറ്റ് യു. ഓക്കെ. ഉണ്ട്. രാജാറാം മോഹൻ റായ് സാധാരണ വേഷത്തിൽ ഒരു സദ്യക്ക് പോയപ്പോൾ കാവൽക്കാരൻ അദ്ദേഹത്തെ അകത്തേക്ക് കടത്തി വിട്ടില്ല. അദ്ദേഹം മടങ്ങിച്ചെന്ന് പരിഷ്കൃത വേഷത്തിൽ വന്നപ്പോൾ അതേ കാവൽക്കാരൻ അദ്ദേഹത്തെ ആദരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ താങ്കളോട് അതൊന്ന് പരീക്ഷിച്ചു നോക്കുകയായിരുന്നു. ചേട്ടൻ പറഞ്ഞപ്പോ സാറിന് ഇത്രയും ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും സൗന്ദര്യവും. വർഷങ്ങൾക്ക് മുമ്പ് ഗിരി എന്നെ കണ്ടിരുന്നെങ്കിൽ എങ്കിൽ ഞാനന്ന് ഇതിലും വളരെ ചെറുപ്പമായിരുന്നു. കാര്യങ്ങളൊക്കെ ഹരിപ്രസാദ് പറഞ്ഞില്ലേ? എന്റെ മകൾ ഗീതാഞ്ജലിയെ ചിത്രകല പഠിപ്പിക്കാനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. മകൾക്ക് ബുദ്ധിയുണ്ടോ? ഉണ്ടെന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെ അനുഭവം കൊണ്ട് മാത്രം എടുത്തിയാടി ഒരു തീരുമാനത്തിലും എത്തരുത്. വെൽ, ഞാൻ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടി ബുദ്ധിമതിയായിരിക്കണം. അല്ലെങ്കിൽ ഷീ ഷുഡ് ബി എ ഫൂൾ. എന്താ? കാട് കയറണ്ട. മാസം 750 രൂപ ശമ്പളം തരും. അത് ഞാൻ ഹരിപ്രസാദിന്റെ കയ്യിലേക്ക് കൊടുക്കൂ. സാറിങ്ങനെ ഞങ്ങളെ രണ്ടായി കാണരുത്. ഇരുമെയ്യാണെങ്കിലും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു മെയ്യാണ്. അത് സാറിന് ഇപ്പൊ മനസ്സിലാവില്ല. ഇതാണ് ഞാൻ പറഞ്ഞ അധ്യാപകൻ. ഹായ്, ഇത് നമ്മുടെ ഓഫീസിലെ വിദ്യാസരനല്ലേ? ഇതെന്താ ഈ വേഷത്തില്? ഗീതാഞ്ജലി, വാക്കുകൾക്ക് കടിഞ്ഞാനിടൂ. അത് ഹരിപ്രസാദ്, ഇത് അയാളുടെ അനുജൻ ഗിരിപ്രസാദ്. ക്ഷമിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്നാൽ നീ സമയം കളയണ്ട. രാഹുകാലത്തിന് മുമ്പ് തുടങ്ങിക്കോളൂ. ഈശ്വര, ഇതിപ്പോ തട്ടാനെ പിടിച്ച് തണ്ടാനാക്കിയത് പോലെ ഉണ്ടല്ലോ. എന്റെ ചിത്രകല ഭഗവതി, ഈ ചിത്രകല എന്താണെന്നുള്ളത് നീ തന്നെ എനിക്ക് പഠിപ്പിച്ചു തരണം. സാർ, നമുക്ക് തുടങ്ങാം സാർ. അല്ല, നമുക്ക് തുടങ്ങാം. അത് വലിയ മഹാന്മാരൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരു ഫീൽഡായത്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കയറി തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം ഒന്ന് പരിചയപ്പെട്ടിട്ട് പോരെ പരീക്ഷണം. രാഹുകാലത്തിന് മുമ്പ് തുടങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ഞാൻ. അത് ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ രാഹുവും ഗുളിയനും നോക്കിയിട്ട് വലിയ കാര്യമില്ല. ആളൊരു നിഷേധിയാണെന്ന് അച്ഛൻ സൂചിപ്പിച്ചിരുന്നു. കുറച്ചൊക്കെ വഴിവിട്ട് ചിന്തിക്കുന്നവരെ എനിക്ക് ഇഷ്ടം. ഈ ഗീതാഞ്ജലി എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ. ഞാൻ അദ്ദേഹത്തിന്റെ ആരുമല്ല സാർ. ആരുമല്ലെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചത് ഈ പേരുമായിട്ടുള്ള. ഓക്കെ, ലീവ് ഇറ്റ്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ ചിത്രകലയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല. അപ്പോൾ നമ്മൾ തുല്യ ദുഃഖിതരം. അല്ല, ചിത്രകലയിൽ താല്പര്യം തോന്നി തുടങ്ങിയ കാലത്ത് എന്റെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു. പിന്നെയല്ലേ ഞാൻ ബോംബെയിലെ JJ സ്കൂൾ ഓഫ് ആർട്സിൽ പോയി 3 കൊല്ലം പഠിച്ചത്. അവിടെയാണോ പഠിച്ചത്? അവിടെ നിന്നും ഡിഗ്രി എടുത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട്? 7. യു ആർ വെരി ഇന്റലിജന്റ്. താങ്ക് യു സർ. ഇത് തന്നെയല്ലേ നമ്മൾ ചിത്രകലയിൽ ഉപയോഗിക്കുന്ന വർണ്ണങ്ങൾ? അതെ സർ. അപ്പൊ ഈ 7 നാം സംഗീതത്തിലും ആവർത്തിക്കുന്നു. സപ്തസ്വരങ്ങൾ. അങ്ങനെ സംഗീതവും ചിത്രകലയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേ ആർ ലിങ്ക്ഡ് ടുഗദർ. ചിത്രകലയിൽ റിയലിസം, ഫാന്റസി എന്നൊക്കെ പറയുന്നത് പോലെ സംഗീതത്തിനുമുണ്ട് പിരിവുകൾ.
ലളിത സംഗീതം, ശാസ്ത്രീയ സംഗീതം, പാശ്ചാത്യ സംഗീതം. സർ ഈ ലളിത സംഗീതത്തിന്റെ ഉദാത്തവും ഊഷ്മളമായ ആന്തോളനത്തിന്റെ ആവിഷ്കാരമല്ലേ റോക്ക് മ്യൂസിക് എന്ന് ഞാൻ ചോദിക്കാണ്. Will you deny it? അതിന്റെ ആരോഹണ അവരോഹണങ്ങളിൽ നാം എല്ലാം മറക്കുന്നു. I never knew that she loved me so. I came to know. I could manage it. അത് പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടും എന്താണ് ഒരു ചിരി? You are my student. Don't forget that. അല്ല സർ, ഈ പശുവിനെ പറ്റി 10 വാചകം എഴുതാൻ പറയുമ്പോഴേ അതിനെ പിടിച്ച് തെങ്ങെ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി 10 വാചകം എഴുതുന്ന പോലെ ഉണ്ടല്ലോ. എനിക്ക് പഠിക്കേണ്ടത് പെയിന്റിങ്ങാ. അത് പെയിന്റിംഗ് തന്നെ പഠിക്കണമെന്ന് വാശിയാണല്ലേ? അതിനല്ലേ സാറിന് ഏർപ്പാട് ചെയ്തിരിക്കുന്നേ? അതെ, അതിനെന്താ? അല്ല, വേറൊന്നുമല്ല. ഈ കല എന്നൊക്കെ പറയുന്നത് മൂട് വരേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നാളെ തൊട്ട് തുടങ്ങിയാലോ? We'll start from tomorrow, okay? ഏതായാലും ഗിരിപ്രസാദിനെ കുറിച്ച് നമുക്ക് രണ്ടുപേർക്കുമുള്ള അഭിപ്രായമല്ല ഗീതാഞ്ജലിക്കുള്ളത്. എനിക്ക് കുറച്ച് സമയം തരും. അനുജനെയും ഹരിപ്രസാദിനെ പോലെ ഒരു സൽസ്വഭാവിയാക്കി മാറ്റിത്തരാം. അതുപോട്ടെ, അമ്മയെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. ആശുപത്രിയിൽ വന്ന് അമ്മയെ കാണാൻ പറ്റിയില്ല. അത് നന്നായി. അല്ല, അമ്മയ്ക്ക് ഇനി അസുഖം വന്നുടന്നില്ലല്ലോ. അപ്പൊ അങ്ങേക്ക് ആശുപത്രിയിൽ വന്ന് കാണാമല്ലോ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഞാൻ അമ്മയെ കാണാൻ നാളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു വെളുക്കാൻ തേച്ചത് പാണ്ടായി. എന്തു പറ്റി? ഒന്നുമില്ല. ഞാൻ വീട്ടിൽ വരുന്നത് ഹരിക്ക് ഇഷ്ടമല്ല എന്നുണ്ടോ? അതല്ല, ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ അങ്ങേ പോലൊരു വലിയ മനുഷ്യൻ വരിക എന്ന് പറഞ്ഞാൽ വീടിന്റെ അല്ല, മനസ്സിന്റെ വലിപ്പമാണ് നാം കണക്കിലെടുക്കേണ്ടത്. പിന്നെ ഞാൻ വരുന്നെന്ന് കരുതി പ്രത്യേക ഒരുക്കങ്ങളൊന്നും വേണ്ട എന്ന് അങ്ങേക്ക് പറയാം. പക്ഷേ എനിക്ക് ചില ഒരുക്കങ്ങൾ വേണ്ടി വരും. ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു വെളുക്കാൻ തേച്ചത് പാണ്ടായി. നീ ഇങ്ങനെ കാക്കാലം ചത്ത കൊരങ്ങനെ പോലെ കിടന്നാൽ എങ്ങനാടാ ഹരി? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി എത്ര കാലം ഈ വേഷം കെട്ടി നടക്കേണ്ടി വരും? പ്രൊബേഷൻ പീരീഡ് തീരുന്നത് വരെ. ജോലി സ്ഥിരമായി കഴിഞ്ഞാൽ സിംഹവാലനല്ല ആനവാലം വിചാരിച്ചാലും ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. പിന്നെ പിരിച്ചുവിട്ടാ ഞാൻ അയാളെ സുപ്രീം കോടതി കയറ്റും ഹരി. ആ ഓഫീസിനകത്തിരുന്ന് ജോലി ചെയ്യുമ്പോ ഏതാണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് കഴിയുന്ന ഫീലിംഗാ. പറയുന്നത് കേട്ടാൽ സെൻട്രൽ ജയിലിൽ നീ ഒരുപാട് നാൾ കിടന്നിട്ടുണ്ടെന്ന് തോന്നുമല്ലോ ഹരി. ആ അങ്കിളിന്റെ ഉപദേശം കേട്ടുകൊണ്ട് നടന്നാൽ അധികം താമസിയാതെ അതിനകത്ത് കിടക്കേണ്ടി വരുന്ന തോന്നുന്നത്. നീ ഇത്ര നെർവസ് ആയാലോ? ഒരു കള്ളം സമർത്ഥിക്കാൻ 9 കള്ളങ്ങൾ കണ്ടെത്തേണ്ടി വരും. അങ്കിൾ കൂടെ ഉള്ളത് കൊണ്ട് കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ബോസ് വരുമ്പോ കാണിക്കാൻ ഒരു അമ്മ എവിടുന്ന് സംഘടിപ്പിക്കും? വിലയ്ക്കു വാങ്ങാം പ്രേമം, വിലയ്ക്കു വാങ്ങാം സ്നേഹം, വിലയ്ക്കു വാങ്ങാം മാതാപിതാക്കളെ, വിലയ്ക്കു വാങ്ങാം കാമുകിയെ എന്ന് സാംബശിവൻ പാടിക്കൊണ്ട് നടന്നത് നീ കേട്ടിട്ടില്ലയോടാ ഹരി? വക്കീൽ പണിയേക്കാൾ അങ്കിളിന് നല്ലത് കഥാപ്രസംഗമാണ്. ഞാനത് കുറെ നാൾ കൊണ്ട് നടന്നിരുന്നല്ലേ. അടിയന്തരാവസ്ഥ കാലത്ത് കൊങ്ങണ്ടൂർ വെച്ച് നെറ്റിക്കൊരേറ് കിട്ടി. അതോടെ ഞാൻ കഥ നിർത്തി. ഇപ്പൊ പ്രസംഗം മാത്രമേ ഉള്ളൂ. അങ്കിൾ ചുറ്റുവട്ടത്തുള്ള ഒറ്റ വീട്ടിലില്ല ഗാന്ധിജിയുടെ ഫോട്ടോ. കഷ്ടം. ഇത് പിന്നെ ആ പൂട്ടിപ്പോയ കൈത്തറി ഓഫീസിൽ നിന്ന് ഗോപാലൻ സാർ എടുത്തു തന്നതാ. മോള് പൊടി തട്ടി ഇതകത്തോണ്ട് വെക്കേ. ആ. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഗാന്ധിയെ കിട്ടിയല്ലോ. ഇനി അമ്മ, ഞാൻ ഒരു നാടകം റെഡിയെ ട്രൈ ചെയ്യട്ടെ. അതൊക്കെ ചെലവുള്ള ഏർപ്പാടാ. നഖം നനയാതെ മീൻ പിടിക്കാൻ പറ്റുമോ ഹരി? സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില? അമ്മയ്ക്ക് വേണ്ടി നീ മുടക്കാമെന്ന് പറഞ്ഞ 50 രൂപയ്ക്ക് അമ്മ പോയിട്ട് കുഞ്ഞമ്മയെ പോലും കിട്ടില്ല. കുഞ്ഞമ്മ ഐഡിയ. ഐഡിയ നിനക്കോ? ഞാൻ വിശ്വസിക്കുന്നില്ല ഹരി. അല്ല അങ്കിൾ, വിശ്വസിച്ചേ പറ്റൂ. അങ്കിളിന്റെ കൂടെ നടന്ന് എനിക്കും ചില മണ്ടൻ ഐഡിയകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹരി അങ്കിൾ, ഊർമിളെ ആളെത്തി, പാട്ടിട്ടോ. ശരിയേട്ടാ. നമസ്തേ ജി. വന്ദനം. അങ്ങയുടെ വരവ് കൊണ്ട് ഈ ഗൃഹം ധന്യമായി. നഗരമധ്യത്തിലും ഗ്രാമാന്തരീക്ഷം. വന്നാട്ടെ. ഹരിയും വീട്ടുകാരും ഗാന്ധി ഭക്തരാണെന്ന് പറഞ്ഞപ്പോ
ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു യഥാർത്ഥ ഗാന്ധിയൻ തന്റെ വീട് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്ന് മഹാത്മജിയെ വിറ്റ് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ കണ്ടുപിടിക്കട്ടെ. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അതും ഖാദിക്ക് 35% കിഴിവുള്ളതുകൊണ്ട്. അച്ഛൻ ജീവിച്ചിരുന്നപ്പോ ഈ വീട് മറ്റൊരു സബർമതി ആശ്രമമായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പോഴും കിടപ്പാണ്? കിടപ്പിലല്ല, എന്നാലും സാധാരണ നിലയിലായിട്ടില്ല. പിന്നെ അങ്ങേ കാണുമ്പോ പരിഭ്രമം കൊണ്ട് അതും ഇതുമൊക്കെ വിളിച്ചു പറയുമോ എന്നൊരു ഭയം എനിക്കില്ലാതില്ല. അച്ഛൻ മരിച്ച പിന്നെ മറ്റൊരു പുരുഷന്റെ മുഖത്ത് അമ്മ നോക്കിയിട്ടില്ല. ഇന്ന് അങ്ങയുടെ മുഖത്തായിരിക്കും ആദ്യമായിട്ട് നോക്കുന്നത്. ഗിരിപ്രസാദിനെ കണ്ടില്ലല്ലോ. ആശയപരമായ അന്തരം കാരണം ഞങ്ങൾ ഒരുമിച്ച് ഈ വീട്ടിൽ കാണാൻ പറ്റില്ല. പരസ്പരം കണ്ടാൽ ഉടൻ അടിയും വഴക്കുമാണ്. അതുകൊണ്ട് അവനുള്ളപ്പോ ഞാനും, ഞാനുള്ളപ്പോ അവനും ഈ വീട്ടിൽ നിൽക്കാറില്ല. വളരെ നല്ലത്. അഹിംസയിൽ ഇങ്ങനെ തന്നെ അടിയുറച്ചു നിൽക്കണം. നമസ്തേ. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ വീട് ഭാഗ്യം ചെയ്ത വീടായി. സത്യത്തിൽ ഞാനാണ് ഭാഗ്യവാൻ. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ രാജ്യസ്നേഹിയുടെ പത്നിയെ നേരിൽ കാണാനും പരിചയപ്പെടാനും എനിക്ക് കഴിഞ്ഞല്ലോ. അതിന് എന്റെ ഭർത്താവ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. അമ്മേ, ഡോക്ടർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യം സംസാരിക്കരുതെന്ന്. ഡോക്ടറല്ല, ഭിഷഗ്വരൻ. അതെ, ഭിഷഗ്വരൻ. എന്താ എന്താ പറഞ്ഞത്? ഭർത്താവ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നോ? അത് ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുമ്പോ അച്ഛൻ അമ്മയുടെ ഭർത്താവ് ആയിട്ടില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഉദ്ദേശിച്ചത്, അല്ലേ അമ്മേ? അത് തന്നെയാ. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള കാര്യം പോലും ഇവന് നല്ല ഓർമ്മയാ. ഇരിക്കാല്ലോ. ഇത് വിവാഹത്തിന് മുമ്പുള്ള കഥകൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെനിക്ക് നല്ല ഓർമ്മയാണെന്നാ അമ്മ പറഞ്ഞത്, ഇല്ലേ അമ്മേ? അതെ അതെ അതെ. ശുദ്ധമായ ആട്ടിൻ പാല്. നന്നായി. എന്റെ അഭിരുചികളൊക്കെ എങ്ങനെ അറിഞ്ഞു? എഡ്യൂക്കേറ്റ് അങ്കിള്. ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ സംസാരിക്കാവൂന്ന്. അത് എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവനെ കളിയാക്കി വിളിക്കുന്ന പേരാ. അവന്റെ മുഖം കണ്ടാൽ വക്കീലിനെ പോലെ ഇരിക്കും. അതുകൊണ്ട് വക്കീലമ്മാവ വക്കീലമ്മാവ എന്നവൾ എപ്പോഴും കളിയാക്കി വിളിക്കും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഓ, സൗകര്യം പോലെ ഇനിയും വരാം. വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ കണ്ടെന്ന് വരില്ല. അതെന്താ? അല്ല, മനുഷ്യന്റെ കാര്യമല്ലേ. നാളെ കാണുന്നവൻ ഇന്ന് കാണുന്നില്ല, ഇന്ന് കാണുന്നവന് നാളെ കാണുന്നില്ല. ഓരോ മരണത്തെ കുറിച്ച് ഭീതിയില്ലാതിരിക്കുന്നത് ഒരു നല്ല ഗുണമാണ്. അതെ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഗൗരിദാസ്